വില്ലൻ്റെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. സോ ഒരു ചാൾസ് ശോഭരാജ് ആരാണ്, അദ്ദേഹത്തെ എങ്ങനെയാണ് ഇൻസ്പെക്ടർ ഷിൻഡെ അറസ്റ്റ് ചെയ്തത് എന്നിങ്ങനെ ഉള്ള ഒരു കഥ പറയുന്ന വളരെ കോമഡി ആയിട്ട്, ഒരു കോമഡി ജേണലിൽ വരുന്ന നല്ല രസകരമായിട്ടുള്ള നറേഷനിൽ മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണ് ഇൻസ്പെക്ടർ ഷിൻഡെ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. മനോജ് ബാജ്പേയിയാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. റിയൽ ലൈഫ് സ്റ്റോറി ആണെങ്കിലും ഈ ഒരു പോലീസുകാർക്ക് പറ്റിയ മണ്ടത്തരങ്ങളും അവരെങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നത്, അതിലുണ്ടാകുന്ന അവരുടെ സ്ട്രഗിൾസും ഒക്കെ ഹ്യൂമറോടെ നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത ഒരു മൂവിയാണ് ഇൻസ്പെക്ടർ ഷിൻഡെ. ഈ ഒരു സിനിമയുടെ അവസാനം ഇൻസ്പെക്ടർ ഷിൻഡെ എന്ന് പറയുന്ന ആ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെയും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം 1996 ACP ആയിട്ടാണ് റിട്ടയർഡ് ആയതെന്നും കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു ക്യാരക്ടർ ഇൻസ്പെക്ടർ ഷിൻഡെ അത് ആ ഒരു കറക്റ്റ് മീറ്ററിൽ ആ ഒരു മാനറിസങ്ങളാണെങ്കിലും ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ സ്ട്രഗിൾസ് ആണെങ്കിലും കാൾ ഭോജരാജ് എന്നാണ് ഇതിലെ പേര്. സോ ഒരു കാൾ ഭോജരാജിനെ എങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സംഭവങ്ങളൊക്കെ നല്ല രസകരമായിട്ടാണ് ഈ മനോജ് ബാജ്പേയി സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് കൂടെ തന്നെ ബാൽചന്ദർ കഥമാണെങ്കിലും ജിം സദബ് ആണെങ്കിലും DGP ആയിട്ടുള്ള സച്ചിൻ കടേക്കറിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു മനോജ് ബാജ്പേയിയുടെ വൈഫിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം തന്നെ കറക്റ്റ് മീറ്ററിൽ പ്രസൻറ്റ് ചെയ്തതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സോ ഇങ്ങനെ ഹ്യൂമറുള്ള കോമഡി കലർത്തിയ ആ ഒരു രീതിയിലുള്ള ഡിറ്റക്റ്റീവ് കോമഡി, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ കോമഡി രീതിയിലുള്ള സിനിമകൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു മൂവിയാണ് ഇൻസ്പെക്ടർ ഷിൻഡെ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.